എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ നെക്സോൺ EV 1500 കിലോമീറ്റർ ആകാൻ പോവുകയാണ്. 1000 കിലോമീറ്ററിൽ ഒരു റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, മറന്നുപോയി. അപ്പോൾ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ, അതായത് നമ്മൾ ഇടുക്കിയിലേക്കൊരു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പിന് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും 400 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 400 കിലോമീറ്റർ ഹൈ റേഞ്ചിൽ കൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളൊക്കെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഹൈ റേഞ്ച് കയറുമോ എന്നുള്ള സംശയമൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ യാത്ര തുടങ്ങുന്നത് ചേർത്തലയിൽ നിന്നാണ്. നമ്മൾ നേരെ ഒരു വാട്ടർഫോൾസ്, ആനച്ചാടി കുത്ത് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് വാട്ടർഫോൾസിലേക്കാണ് നേരെ പോയത്. അതിനുശേഷം ഇടുക്കിയിൽ വന്നു. ഇടുക്കിയിൽ ചെറുതോണിയിൽ നമ്മൾ സ്റ്റേ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇടുക്കി ഡാം കാണാനായിട്ട് പോയി. അതിനുശേഷം നമ്മൾ മൈക്രോവേവ് വ്യൂ പോയിൻ്റ്, കാൽവരി മൗണ്ട് വ്യൂ പോയിൻ്റ്, പിന്നെ വേറൊരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇടുക്കിയിലേക്ക് പോകുമ്പോഴത്തേക്കും നല്ല ഹൈ റേഞ്ചാണ്, കുത്തനെ കയറ്റമൊക്കെ ഉണ്ട്. നമ്മൾ ഒരു 80% നമ്മൾ എക്കോ മോഡിൽ തന്നെയാണ് നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. വണ്ടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. നമ്മൾ റീജൻ മോഡിൽ ഇട്ടിട്ട് ഒരു ലെവൽ 2ൽ റീജനിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അതായത് നമ്മളൊരു ഹെയർ പിൻ വളവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ, നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഹെയർ പിൻ വളവ് നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അത് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ബ്രേക്കിംഗ് വരുന്നുണ്ട്, ഈ റീജിയനിൽ ബ്രേക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആ വളവിന് എത്തിയിട്ട് നമ്മൾ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അഥവാ എന്തായാലും നമുക്ക് അത്യാവശ്യം വരുമ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി ഫ്രണ്ടിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇത്രയും ലോങ് ആയിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് പോകുന്നത്. നമ്മൾ ചാർജിങ് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഒരു ബാറ്ററി നമ്മൾ ചാർജ് നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളതായിരുന്നു. നമ്മൾ ഇവിടുന്ന് 100% നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇടുക്കിയിൽ എത്തിയപ്പോൾ തന്നെ 41% 41% ആയപ്പോഴത്തേക്കും അവിടെ ഒരു ഗോകുലം പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഇടുക്കിയിൽ ടാറ്റയുടെ ഈസി പവറിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് 25 കിലോവാട്ടിൻ്റെയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു നെക്സോൺ EV ഓൾറെഡി അത് ചാർജിങ്ങിലായിരുന്നു. എന്നിട്ട് 1 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അവിടെ വേറെ ചാർജർ ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് കുറച്ച് ദൂരെയാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ചാർജ് ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ കാരണം നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും അവരെ എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം നമ്മൾ വന്നു. നല്ല മഴയായിരുന്നു, 2 ദിവസമായിട്ട് നല്ല മഴയാണല്ലോ കേരളത്തിൽ. അപ്പോൾ നമ്മൾ നേരെ അവിടെ വന്ന് ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. 1.5 മണിക്കൂർ നമ്മൾ അവിടെ തന്നെ ഇരുന്നു, ഇത് വണ്ടി ചാർജ് ചെയ്യാനായിട്ട്. 41%-ൽ നിന്ന് നമ്മൾ 90% ആയപ്പോഴാണ് വണ്ടി നമ്മളെടുത്തത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ ഇടുക്കിയിൽ വന്ന് സ്റ്റേ ചെയ്തു, ചെറുതോണിയിൽ വന്ന് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയപ്പോൾ നല്ല ഹൈ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോട്ടപ്പാറ ഹിൽ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തനെ കയറ്റമുള്ള ഒരു സ്ഥലത്ത് പോയായിരുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ കയറ്റവും യാത്രയും നമ്മൾ പേടിച്ചു പോകുന്നൊരു യാത്ര തന്നെയായിരുന്നു. കാരണം മുകളിലേക്ക് കയറും തോറും നമുക്ക് പേടി വരും, കാരണം അത്ര ചെറിയ റോഡാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നു, കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിൽ പോയി. അവിടുന്ന് നമ്മൾ നമ്മുടെ വേറെയും 2 വ്യൂ പോയിന്റിൽ പോയി. തിരിച്ചു വരുന്ന വഴി നമ്മൾ ഇലവീഴ പുഞ്ചിറയിൽ പോയി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല രസമാണ്. നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ, നമുക്ക് EV ആയിട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ നോക്കും, ഇവൻ EV ആയിട്ടാണോ ഇവിടെ വന്നതെന്നുള്ള ഒരു ഇതിൽ നോക്കും. പക്ഷെ നമുക്ക് അറിയാം, കാരണം നമ്മുടെ വണ്ടിയിൽ ചാർജ് ഉണ്ട്, ഓൾറെഡി ചാർജ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇടുക്കിയിൽ പോയിട്ട് ഒന്നുകൂടെ ചാർജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടും 78% ബാറ്ററി ബാലൻസ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് പേടിയുള്ളത് കൊണ്ടാണ്, നമുക്ക് ഇത്രയും ദൂരം നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു പേടി കൊണ്ടാണ് നമ്മൾ ഏതൊക്കെ ചാർജ് സ്റ്റേഷനിൽ കണ്ടോ അവിടെയൊക്കെ കുത്തി 100% ആക്കിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നത്, ഇതിനെപ്പറ്റി മറ്റ് ആരും പറയുന്നത് കേട്ടിട്ടില്ല. അതായത് നമ്മൾ ചുരം കയറുമ്പോൾ അല്ലെങ്കിൽ ഹൈ റേഞ്ച് കയറുമ്പോഴത്തേക്കും ചാർജ് പെട്ടെന്ന് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കൺസോൾ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ ചാർജ് നമുക്ക് തിരിച്ചു കിട്ടും. ഞാൻ വിചാരിച്ചത്
നമ്മൾ റീജിയൻ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ചാർജിങ് പെർസെൻറ്റേജ് കുറയത്തില്ല, അങ്ങനെ തന്നെ നിൽക്കുമെന്ന്. പക്ഷേ ആക്ച്വലി നമുക്ക് ചാർജ് തിരിച്ചു കയറും. ഓക്കെ, അതൊരു പുതിയ അറിവായിരുന്നു. അതായത് 80 ആണെങ്കിൽ 81 ആവും, അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇത് നമ്മളിപ്പോൾ നമ്മുടെ IRA.EV ആപ്പിൽ വരുന്ന അതിൻ്റെ നമ്മൾ ഡേറ്റയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും 400 കിലോമീറ്റർ ഓടിച്ചതിൽ നമ്മളുടെ ടാറ്റ നെക്സോൺ EV കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, യാതൊരു ഗ്ലിച്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നല്ല യാത്ര ആസ്വദിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ പുതിയൊരു EV എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം, നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.